ജെൻസി പ്രതിഷേധക്കാരെ നേരിടുമ്പോൾ ഡൽഹി പോലീസ് പാലിക്കേണ്ട കർശന ജാഗ്രതാ നിർദ്ദേശങ്ങളുമായി കേന്ദ്ര ഏജൻസികൾ. സോഷ്യൽ മീഡിയയിൽ ട്രോളുകളോ വൈറൽ റീലുകളോ ഉണ്ടാകാതിരിക്കാൻ സമരക്കാരുടെ പ്രകോപനങ്ങളിൽ വീഴരുതെന്നും ശാന്തത പാലിക്കണമെന്നും മാർഗരേഖയിൽ പറയുന്നു. സ്ത്രീ പ്രതിഷേധക്കാരെ പുരുഷ പോലീസുകാർ സ്പർശിക്കരുത്, പരിക്കേൽക്കുന്നവർക്ക് ആംബുലൻസ് ഉറപ്പാക്കണം തുടങ്ങിയ നിർദ്ദേശങ്ങളും ഇതിലുണ്ട്. ലാൽ കുമാറിലേക്ക് വീണ്ടും. ലാൽ, ഡൽഹി സമരത്തിൽ കാര്യമായി കൈപ്പൊള്ളിയിട്ടുണ്ട് ഡൽഹി പോലീസിനും കേന്ദ്രസേനകൾക്കുമൊക്കെ. ഇപ്പോഴും രാഹുൽ ഗാന്ധി അടക്കമുള്ളവർ അതൊരു വലിയ ആയുധമായി BJPക്കെതിരെ ഉയർത്തുകയും ചെയ്യുന്ന പശ്ചാത്തലത്തിലാണ് ഇനിയൊരു ജൻസി സമര പരിപാടി ഉണ്ടായാൽ അതിനെ എങ്ങനെ നേരിടണമെന്ന കാര്യത്തിൽ ഒരു മാർഗരേഖ പുറപ്പെടുവിച്ചിരിക്കുന്നത്. എന്താണ് അതിൻ്റെ ഉള്ളടക്കം? സൈഫുദ്ദീൻ, ഡൽഹി പോലീസിനോട് അല്പം കൂളാവാനാണ് ഈ കേന്ദ്ര ഏജൻസികൾ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. നേരത്തെ ഈ ഡൽഹി സമരവുമായി CJP സമരവുമായി ബന്ധപ്പെട്ട് ഡൽഹി പോലീസിന്റെ ആക്രമണമാണ് ഈ സമരം കഴിഞ്ഞ ശേഷവും BJPക്ക് കേന്ദ്ര സർക്കാരിന് തലവേദനയായിരിക്കുന്നത്. കാരണം രാഹുൽ ഗാന്ധി ഉൾപ്പെടെ ഈ പെല്ലറ്റ് ആക്രമണം കഴിഞ്ഞ ദിവസം ഉയർത്തിയൊരു ഘട്ടത്തിൽ തീർത്തും അപ്രതീക്ഷിതമായ രാഹുൽ ഗാന്ധിയുടെ ഇടപെടലിൽ പോലും BJP പ്രതിരോധത്തിലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ കേന്ദ്ര സർക്കാരിൽ ഉണ്ടാകുന്ന സമ്മർദ്ദം, ഡൽഹി പോലീസ് കാരണം ഉണ്ടാകുന്ന സമ്മർദ്ദം നികത്തുക എന്നൊരു ലക്ഷ്യമാണ് ഇതിൽ നിൽക്കുന്നത്. അതിൽ ഈ CJP സമരത്തിൽ ഡൽഹി പോലീസിന്റെ പ്രവർത്തനങ്ങളിൽ നിഷ്പക്ഷരായവരിൽ നിന്ന് പോലും കടുത്ത എതിർപ്പുണ്ടായിരുന്നു. അവർ വിദ്യാർത്ഥികളെ തല്ലിച്ചതച്ചതിൽ, പെല്ലറ്റ് പ്രയോഗിച്ചതിൽ വലിയ വിമർശനം ഉയർന്നു. അതിന് പിന്നാലെയാണ് ഈ കേന്ദ്ര ഏജൻസികൾ ഈ മാസം ആദ്യം ഇത്തരത്തിൽ നൽകിയൊരു നിർദ്ദേശമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അതിൽ പ്രധാനമായി പറയുന്നത് വിദ്യാർത്ഥികൾ പല പ്രകോപനങ്ങളിലേക്കും നയിക്കും, പക്ഷേ അതിൽ വീഴരുത് എന്നൊരു നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്. മാത്രമല്ല, നേരത്തെ പെൺകുട്ടികൾ ഉൾപ്പെടെ ഈ പുരുഷ പോലീസ് കൈകാര്യം ചെയ്യുന്ന രീതി ഉണ്ടായിരുന്നു. അത്തരം കാര്യങ്ങളിലേക്ക് പോകരുത് എന്നൊരു നിർദ്ദേശം കൂടി നൽകുന്നുണ്ട്. വിവിധ തരത്തിൽ ഈ വിദ്യാർത്ഥികൾ പൂക്കളും ഭക്ഷണം ഉൾപ്പെടെ പോലീസിന് നൽകുന്ന രീതി ഉണ്ടായിരുന്നു. അത് ശാന്തമായ രീതിയിൽ വിദ്യാർത്ഥികൾ പുഞ്ചിരിച്ചു നൽകുകയാണ് ചെയ്തത്. നേരത്തെ CJP സമരത്തിൽ ഉൾപ്പെടെ അത്തരം കാഴ്ചകൾ നമ്മൾ കണ്ടിരുന്നു. അത് വലിയ രീതിയിൽ ചർച്ചയായിരുന്നു. ആ ഒരു ഘട്ടത്തിൽ അവ സ്നേഹപൂർവ്വം സ്വീകരിക്കുകയോ അല്ലെങ്കിൽ ശാന്തതയോടെ നിരസിക്കുകയോ ചെയ്യണം എന്ന കാര്യമാണ് ഈ നിർദ്ദേശത്തിൽ പറയുന്നത്. കൂടുതലായും പറയുന്നത് ചുറ്റും ക്യാമറയുണ്ട് എന്ന കാര്യമാണ്. കാരണം യുവാക്കളാണ്, പഴയ പോലുള്ള സമരങ്ങളല്ല, വിദ്യാർത്ഥികളാണ്. അവരുടെ പ്രായം വെച്ച് തന്നെ ഈ നിർദ്ദേശത്തിൽ കൃത്യമായി പറയുന്നുണ്ട്. അവർ ജൻസികളാണെങ്കിൽ ഒരു പ്രായക്കാരാണ്, അവരോട് നേരിടുമ്പോൾ ശ്രദ്ധിക്കണം, അവർ പഴയ പോലുള്ള ആൾക്കാരല്ല എന്ന കാര്യമാണ് ഈ നിർദ്ദേശത്തിൽ പറയുന്നത്. പ്രധാനമായിട്ടും പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ക്യാമറകൾ, ഇവർ ക്യാമറ ഓൺ ചെയ്താണ് നിങ്ങളുടെ അടുത്തേക്ക് വരുന്നത്. അപ്പോൾ ഈ വൈറലാവുന്ന വീഡിയോക്ക് വേണ്ടി ഇവർ നിങ്ങൾ എത്തുന്നത്. അപ്പോൾ നിങ്ങൾ ദേഷ്യപ്പെടുകയോ പ്രകോപനപരമായ രീതിയിൽ സമീപിക്കുകയോ ചെയ്യാതെ അത് വൈറൽ വീഡിയോയായി മാറും, ട്രോളുകളായി മാറും. അതുകൊണ്ട് ആത്മസമീപനം പാലിക്കണം എന്ന കാര്യമാണ് ഇപ്പോൾ ഡൽഹി പോലീസിന് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. വരും സമരങ്ങളിൽ, ഇപ്പോൾ തുടർ സമരങ്ങൾ നടക്കുന്ന ഘട്ടത്തിൽ അത്തരമൊരു ഇടപെടൽ കർശനമായി പാലിക്കണമെന്ന് കേന്ദ്ര ഏജൻസികൾ വിവരം നൽകുന്നു. അതുമാത്രമല്ല, ഈ വിദ്യാർത്ഥികൾ ഏതെങ്കിലും തരത്തിൽ പ്രകോപനപരമായിട്ട് നിങ്ങളെ സമീപിക്കുകയാണെങ്കിൽ അതിനെ പൂർണ്ണമായിട്ടും ആ പ്രകോപനങ്ങളിൽ നിന്ന് മാറി നിൽക്കാൻ ശ്രദ്ധിക്കണം. നേരത്തെ ഈ പോലീസ് അതിൽ ഇടപെട്ടിരുന്നു. ചെറിയ ചെറിയ പ്രശ്നങ്ങളിൽ പോലും പോലീസ് വലിയ രീതിയിൽ ഇടപെട്ടിരുന്നു. അതിൽ ലാത്തി ചാർജ് ഉൾപ്പെടെ നടത്തുന്ന സ്ഥിതി ഉണ്ടായിരുന്നു. സമരം വഷളാക്കുന്ന രീതി ഉണ്ടായിരുന്നു. അത് പിന്നീട് സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിച്ചു. ഈ ഡൽഹി പോലീസിന്റെ ക്രൂരത ലോകം കാണുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോയി. അത് കൂടുതൽ ചർച്ചയായത് കേന്ദ്ര സർക്കാരിന് പോലും വലിയ തലവേദനയായി. പാർലമെന്റിൽ ഉൾപ്പെടെ അമിത്ഷാക്ക് പാർലമെന്റിൽ എത്താത്തൊരു സ്ഥിതി ഉണ്ടാക്കി വെച്ചത് ഈ ഡൽഹി പോലീസിന്റെ നടപടികളാണ്. അതുകൊണ്ട് തന്നെ ഇനിയെങ്കിലും ആത്മസമീപനം പാലിക്കണം എന്ന കാര്യമാണ് ഈ കേന്ദ്ര ഏജൻസികൾ പറയുന്നത്. ഡൽഹി പോലീസിനോട് അല്പം കൂളായി മാറാൻ പറയുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ചുറ്റിലും ക്യാമറ ഉണ്ടെന്ന കാര്യമാണ്. ഇപ്പോൾ ഒരു വിദ്യാർത്ഥി തലകറങ്ങി വീഴുകയാണെങ്കിൽ നിങ്ങൾ ആദ്യമായി അവിടെ ആംബുലൻസ് എത്തിക്കൂ, ആ വിദ്യാർത്ഥിയെ ആശുപത്രിയിൽ എത്തിക്കാനുള്ള കാര്യങ്ങൾ ചെയ്യൂ. പക്ഷെ ഇതൊക്കെ ചെയ്യുമ്പോഴും ചുറ്റിലും ക്യാമറയുണ്ട്. അതുകൊണ്ട് അതിനാടകീയത പാടില്ല. ക്യാമറയാണ് ഇതിൽ പ്രധാനപ്പെട്ട കാര്യമായി ഈ നിർദ്ദേശത്തിൽ പറയുന്നത്. സൈഫുദ്ദീൻ, അപ്പോൾ ക്യാമറയെ പേടിക്കണം എന്നുള്ളതാണ് ഈ മൊത്തം മാർഗനിർദ്ദേശങ്ങളിലെ പ്രധാന കാര്യം എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്ന് വെച്ചാൽ സോഷ്യൽ മീഡിയ കാലത്ത് പെല്ലറ്റ് ഗൺ പ്രയോഗം ഉൾപ്പെടെയുള്ള ക്രൂരമായ പോലീസ് മുറകൾ മാത്രമല്ല, പോലീസിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുന്ന ആറ്റിറ്റ്യൂഡ് അടക്കം പ്രശ്നമാണ്. അതുകൊണ്ട് ഈ ജൻസികൾ, സമരക്കാർ ക്യാമറയുമായി വരുമ്പോൾ പരമാവധി കൂളായി നിൽക്കണം എന്നുള്ള നിർദ്ദേശമാണ് ഡൽഹി പോലീസ് അടക്കം മറ്റു കേന്ദ്ര സേനകൾക്കടക്കം ഇപ്പോൾ കേന്ദ്രം നൽകിയിരിക്കുന്നത്. അതിന് വിശദാംശമാണ് ലാൽകുമാർ നൽകിയത്. നമ്മൾ മറ്റു